കീ ടു സക്സസ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം ACCയിൽ. കാരണം കൺസെപ്റ്റാണ് നന്നായിട്ട് അവർ ചോദിക്കുന്നത്. ആദ്യം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തു. അവിടെ ദേശം ഓക്കെ ആയി പോകാൻ നിന്നപ്പോഴാണ് IIIനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ IIII ആണ് ഒന്നും കൂടി ബെറ്റർ എന്ന് പറഞ്ഞു. ചേരിയാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു, എന്തായാലും പാസ്സാവും. ടീച്ചിങ് ഒന്നും കൂടി എനിക്ക് നല്ലൊരു സെറ്റ് ആയിട്ടുള്ള ഒരു കരിയർ ആക്കി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. ഉപ്പ അപ്പോൾ വിളിച്ചിരുന്നു, കടയിലായിരുന്നു ഞാൻ. ഉപ്പാനെ വിളിച്ചപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു താങ്ക് യു. അപ്പം കോസ്റ്റും നോക്കി ഫാക്കൽറ്റീസും നോക്കി. ഇതിലും കുറഞ്ഞ കോസ്റ്റൊക്കെ കണ്ടു, എന്നാലും കോസ്റ്റും ഫാക്കൽറ്റീസും രണ്ടും നോക്കണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ IIII ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പറഞ്ഞ് അത് നമുക്ക് എന്തെങ്കിലും ആക്കി പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സപ്പോർട്ട്. അവനാണ് ആദ്യം ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഫ്രണ്ട് ഇഷാം എന്നാണ് പേര്. എൻ്റെ പേരും +2 പഠിച്ചതാണ്. അത് ഇനീഷ്യലി കുറച്ച് പൈസ നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് ആരടുത്തും ഇല്ല, വീട്ടിലില്ല, ഫണ്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ പുരയിൽ ബുള്ളറ്റ് ഉണ്ട്. അത് ഓൻ എന്താണ് പണിയെടുത്തുണ്ടാക്കിയ പൈസയും കൊണ്ട് വാങ്ങിയതാണ്. വിറ്റിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടി. അതാ ഫസ്റ്റ് പോയിട്ട് ഇനീഷ്യലി അടച്ചിട്ട് പഠിക്കുന്നത്. ബ്രോ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഞങ്ങൾ വേൾഡ് റാങ്ക് 3 അടിച്ചതിൽ IIII ഹാപ്പിയാണ്. വീട്ടുകാരെ ഹാപ്പിയാണോ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കറക്റ്റേ, ചായക്ക് റെഡിയല്ലേ? അപ്പോൾ ഷാമിലെ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. താങ്ക് യു. ശരിക്കും റിസൾട്ട് വരാനുള്ള സമയത്ത് ഇങ്ങനൊരു വേൾഡ് റാങ്ക് 3 അല്ലേ, അതുപോലെ ഇന്ത്യൻ റാങ്ക്, നാഷണൽ റാങ്ക് 2, അത് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അപ്പോൾ ക്ലിയർ ആവുന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. എന്താണത് റിസൾട്ട് വന്നപ്പോൾ എന്താണ് അത്യാവശ്യം നല്ല എഴുതിയിരുന്നു എക്സാം. പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു കിട്ടണമെന്ന്. മാർക്ക് വന്നപ്പോഴും സന്തോഷമായി, 92. പക്ഷേ എന്താണ് FR ആയതുകൊണ്ട് എത്ര മാർക്കില്ല റാങ്ക് വരാന്ന് പ്രതീക്ഷയില്ലല്ലോ. അപ്പോൾ 92 കിട്ടിയാലും ഒന്നും ഉറപ്പില്ലായിരുന്നു. വേൾഡ് റാങ്ക് 3ലേക്കൊന്നും വരുന്ന ഒരു ഉറപ്പില്ലായിരുന്നു. ഓൾ ഇന്ത്യ 3 കിട്ടിയാൽ മതി എന്നായിരുന്നു. ലാസ്റ്റായി കിട്ടി. അങ്ങനെ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇപ്പം ഞാനിങ്ങനെ നേരത്തെ സംസാരിച്ചവരോട് പറഞ്ഞല്ലോ, കോളേജിലായാലും അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കുറെ ട്രോഫി ഞാൻ കണ്ടു. പ്രസംഗിക്കും അല്ലെങ്കിൽ കലാപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ നമുക്കിങ്ങനെ ഓരോ അവാർഡ് കിട്ടുമ്പോൾ നമുക്കൊരു ഹൈ ഉണ്ടാവുമല്ലോ. ഇത് പക്ഷെ സംതിങ് ഡിഫറെന്റ് ആണല്ലോ. അപ്പോൾ ഈ റിസൾട്ട് വന്ന സമയത്തുള്ളൊരു ഫീൽ എന്തായിരുന്നു? വെള്ളിയാഴ്ച പള്ളിയിൽ പോയി കഴിഞ്ഞിട്ടാണ് ഈ റാങ്കിൻ്റെ ഇത് അറിയുന്നത്. മാർക്ക് വന്നു കഴിഞ്ഞിട്ട് ഇനി ഒരു 3 വീക്ക് കഴിഞ്ഞിട്ടാണ് റാങ്കിൻ്റെ വന്നത്. അപ്പോൾ പള്ളിയിൽ പോയി വന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഓനും ഇങ്ങനെ ഒരു റാങ്ക് പ്രതീക്ഷ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓനിങ്ങനെ ചോദിച്ചു, എടാ എന്തെങ്കിലും മെയിൽ വന്നോ? പറഞ്ഞു വന്നിട്ടില്ല, പ്രാവശ്യം എല്ലാം തോന്നുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെറുതെ ചെക്ക് ചെയ്തപ്പോഴാണ് കിട്ടുന്നത്. അപ്പം ഞാനും ഓൻ എന്തൊക്കെയോ സംസാരിച്ച് ഭയങ്കരമായിട്ട് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എന്തൊക്കെയോ പറഞ്ഞു ഞങ്ങൾ രണ്ടും. അങ്ങനെ കോള് കട്ട് ചെയ്ത് പിന്നെ ഞാൻ കുറച്ചു നേരം ആകെ എന്തോ ആയി. ഞാൻ ഉപ്പാനെയും ഉമ്മാനെയൊക്കെ വിളിച്ച്, ഉപ്പ വിളിച്ചിരുന്നു, കടയിലായിരുന്നു ഞാൻ. ഉപ്പാനെ വിളിച്ചപ്പോൾ ഉപ്പ പറഞ്ഞു, ഉപ്പ എന്നോട് പറഞ്ഞു താങ്ക് യു. നല്ല പഞ്ച് ഡയലോഗ് ആയത്. പിന്നെ ഉമ്മാനെയും വിളിച്ച് പിന്നെ ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് പിന്നെ അവർ ഓളത്തിലങ്ങനെ അടിപൊളിയായിരുന്നു. ഓക്കെ, ഈ ACC എന്ന് പറഞ്ഞ കോഴ്സിലേക്കുള്ള ഒരു എൻട്രി ഇതിന് മുൻപ് പഠിച്ചത് എനിക്ക് തോന്നുന്നു ടൂറിസം അല്ലേ, ഡിഗ്രി അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പൊ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തത്? ഞാൻ ഡിഗ്രി ടൂറിസം കഴിയുന്നതിന് ശേഷമാണ് ഞാൻ PG എടുക്കണം എന്നുള്ള ഓപ്ഷനിൽ ഇരിക്കുകയായിരുന്നത്. അങ്ങനെ PG എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, എനിക്ക് ഡിഗ്രിക്ക് കുഴപ്പമില്ല, എന്നാലും എനിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി അവിടെ എവിടെയും ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ അതിൻ്റെ ഇതൊക്കെ എഴുതി, എൻട്രൻസ് ഒക്കെ എഴുതി ഫസ്റ്റ് ടൈം. സെക്കൻഡ് ഇയറും എഴുതി. സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയർ എഴുതി, അതിൽ മാർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി, ഒരു കൊല്ലം ബ്രേക്ക് എടുത്തിട്ട് കുറച്ച് കട ഉണ്ട്, നമ്മളെ കടയിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കി PGക്ക് പോവാം, സെൻട്രൽ യൂണിവേഴ്സിറ്റി എഴുതി തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു നിന്നു. അങ്ങനെ ഒരു കൊല്ലത്തിൻ്റെ അടുത്ത് കടയിൽ നിന്നു. അങ്ങനെ തന്നെ PGക്ക് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട്, അവന് ACC എടുത്തിട്ടുണ്ട്, ഇവൻ്റെ ഇവിടെ തന്നെയാണ്, ഓനും എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒപ്പരം പഠിച്ച വേറൊരു കൂട്ടുകാരനും ഇങ്ങനെ ACC എടുക്കണം. അപ്പോൾ എനിക്കൊരു ആഗ്രഹം,
അതായത് PG എടുത്തു കഴിഞ്ഞാൽ PhD ഒക്കെ എടുത്ത് അങ്ങനെ അത്രയും ലെവലൊക്കെ അങ്ങനെ പോകണം, എന്നാലേ നമുക്കൊരു സെറ്റായിട്ടുള്ള ഇതിലെത്തൂ. പക്ഷേ ACC എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി, പിന്നെ എന്താണ് കുറേ രാജ്യത്ത് അങ്ങനെ പോയി പഠിക്കാമല്ലോ. എനിക്കിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ അങ്ങ് നിൽക്കണം എന്നൊന്നുമില്ല. അപ്പോൾ പല പല രാജ്യത്ത് നമുക്ക് ഷിഫ്റ്റ് ആയിട്ട് അപ്പോൾ ഞാൻ നോക്കിയാൽ എന്താ വെച്ചാൽ എല്ലാ രാജ്യത്തും നമുക്ക് പോയാൽ വാല്യൂ ഉണ്ടാവുന്ന കോഴ്സ് ഏതാ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ ആ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ACCൻ്റെ ആഡും കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അപ്പോൾ ഒക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടി നല്ലത് ACC ആണെന്ന് തോന്നി. എന്നാലും PG മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ എന്താക്കി, ഒരു നോമ്പിൻ്റെ ടൈമിലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഡിസിഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ACC വേണോ PG വേണോ ACC വേണോ. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് ACC എടുക്കാമെന്ന്. പക്ഷേ ACC എടുക്കുമ്പോൾ എനിക്ക് പേടി, എന്താണ് കിട്ടുമോ, അതായത് എല്ലാവരും പറയുന്നുണ്ട് ടഫാണ്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, വന്നു കഴിഞ്ഞാൽ പെടുമോ. അതാണ് തിരഞ്ഞെടുക്കുന്നതിൽ മെയിൻ പ്രശ്നമായിരുന്നത്. ഒബ്വിയസ്ലി ACC നല്ല കോഴ്സാണ്, പക്ഷെ PGനെ വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ടഫാണല്ലോ, എഴുതിയെടുക്കാനും പണി. അപ്പോൾ അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത്. പക്ഷെ ഞാനങ്ങോട്ട് എടുത്തു. അല്ല, ഞാനിപ്പോ ഇത് കാണുന്ന ഒരാൾ ACCയെ കുറിച്ച് ഇപ്പൊ ഇത് ഷാമില് പണ്ട് ചെയ്തതുപോലെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്കുള്ള ഡൗട്ട് ആയിരിക്കും, ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇത് കുറച്ച് ടഫാണല്ലോ എന്നൊക്കെ. അങ്ങനെ ചിന്തിച്ച ആൾക്കാണ് ഇപ്പോൾ വേൾഡ് റാങ്ക് 3 കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അപ്പോൾ അതാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അറ്റംപ്റ്റ് ചെയ്യുക, നമ്മുടെ മാക്സിമം ഇടുക, അല്ലേ, വന്നോളും. ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാന്ന് നോക്കുക, അതിലോട്ട് ഇറങ്ങുക, ബാക്കി നമ്മളെ വീട്ട് വർക്ക് പോലെ റെഡിയായി വന്നോളും. യെസ്, ഓക്കെ. അപ്പം ഷാമിൽ ഇപ്പം എഴുതിയ പേപ്പറെല്ലാം എനിക്ക് തോന്നുന്നു ട്രിപ്പിൾ ഐ തന്നെയാണ് കോച്ചിങ് എടുത്തിട്ടുള്ളത്. അതെ അതെ. അപ്പം എങ്ങനെയാണ് ട്രിപ്പിൾ ഐയിലേക്ക് എത്തുന്നത്, ആ ഐഡിയ എങ്ങനെ വരുന്നത്, ട്രിപ്പിൾ ഐയിൽ പഠിക്കാം, ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പിൾ ഐയിലെ മൊത്തം അനുഭവം? ട്രിപ്പിൾ ഐ ഞാൻ ചൂസ് ചെയ്യുന്ന ലാസ്റ്റ് ഘട്ടത്തിലാന്ന് പറയാം. എന്താണ്, ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജാസിൽ എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഓന് ഈ ട്രിപ്പിൾ ഐയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവൻ്റെ 5th പേപ്പറേറ്റോ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അന്വേഷിക്കുന്നതിൻ്റെ അടുക്ക് ഓനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓൻ പറഞ്ഞേ, എന്നാൽ പിന്നെ ട്രിപ്പിൾ ഐയിൽ ജോയിൻ ചെയ്തോ, നമുക്ക് ഇതുവരെ കിട്ടിയ ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ്, എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുമ്പോൾ കോസ്റ്റ് ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമല്ലോ. അപ്പം കോസ്റ്റും നോക്കി ഫാക്കൽറ്റീസും നോക്കി, ഇതിലും കുറഞ്ഞ കോസ്റ്റൊക്കെ കണ്ടു, എന്നാലും കോസ്റ്റും ഫാക്കൽറ്റീസ് രണ്ടും നോക്കണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ട്രിപ്പിൾ ഐ ഒരു ബെസ്റ്റ് ഓപ്ഷനാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ജോയിൻ ചെയ്ത്, പിന്നെ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ ഫസ്റ്റ് പേപ്പർ F3 ആയിരുന്നു, ഹബിൽ സാറായിരുന്നു എടുത്തത്. എന്താ പറയുക, ഒരു ആംബിയൻസ് അടിപൊളിയാണ് ട്രിപ്പിൾ ഐ കാലിക്കറ്റിലെ. പിന്നെ എന്താ പറയുക, ഞാൻ ഇവിടെ നിന്നപ്പോഴായാലും എൻ്റെ കൂട്ടുകാർ, ഇവൻ ജാസിൽ, അങ്ങനെ അവർ 2-3 പേര് വീടെടുത്ത് നിൽക്കുകയായിരുന്നു. അവരൊപ്പം ഞാൻ പോയി നിന്നേ. അപ്പോൾ ഞാൻ ചെന്ന പാടന്നെ ഇവരെന്നെ നല്ല പേടിപ്പിച്ച്, എന്താണ് നല്ല ടഫാണ്, ഇപ്പം തന്നെ വർക്ക് ചെയ്തില്ല, ഒന്നും കിട്ടൂല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആ കോഴിക്കോട് അവിടെ നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, പഠിക്കാൻ പറ്റിയ ഒരു ആംബിയൻസും എല്ലാവരും സപ്പോർട്ടീവ് ഒക്കെ ആയിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം ഹബിൽ സാറ് ഇങ്ങനെ ക്ലാസ് ഒരു ദിവസം ഇടയ്ക്ക് വന്ന് പറഞ്ഞ്, എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് വെറും പാസ്സല്ല, നമ്മൾ നല്ലൊരു സ്കോറിലേക്ക് എത്താൻ ഒരു 100 മാർക്ക് ടാർഗറ്റ് വെച്ച് തന്നെ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് 100 ഒക്കെ സ്ട്രൈക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുവരെ ജസ്റ്റ് പാസ് എന്നൊരു മൈൻഡായിരുന്നു എനിക്ക്, എന്നാലും അപ്പോൾ 100 മാർക്ക് ആകുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താ നമ്മൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അപ്പോൾ കിട്ടുമായിരിക്കും, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പഠിച്ച്. പക്ഷേ 100 അടിച്ചില്ല, 90 ആ ഒരു സ്കോറിലേക്ക് വന്നു. പക്ഷേ ആ ഒരു രീതിക്ക് പഠിച്ചത് കൊണ്ടാണ് 90ലേക്ക് എത്തിയത്. പിന്നീട് അങ്ങോട്ടുള്ള പേപ്പേഴ്സിനൊക്കെ എന്താ പറയുക, ഈ ഒരു രീതിക്ക് പഠിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി. നമ്മൾ നല്ലൊരു സ്കോർ വെച്ച് പഠിക്കുമ്പോൾ പാസ്സാവുമോ എന്നൊരു പേടിയില്ല. എനിക്കൊരു പേപ്പറിലും പാസ്സാവുമെന്ന് ഞാൻ പേടിച്ചിട്ടില്ല എഴുതിയൊരു പേഴ്സിലും. അതിനുശേഷം പിന്നെ F3 കഴിഞ്ഞിട്ട് പിന്നെ FM എടുത്തത്. F2 ഉണ്ടായിരുന്നു, F4 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ FM ഡയറക്റ്റ് പോയി എടുത്തു. എന്താ വെച്ചാൽ ഓൾറെഡി ലേറ്റ് ആണല്ലോ, അപ്പോൾ എത്രയും പെട്ടെന്ന് തീർക്കാന്നുള്ള മൈൻഡിൽ FM ഡിഗ്രി കഴിഞ്ഞെങ്കിൽ എക്സംഷൻ ഒന്നും ഇല്ലാതെ ഫുൾ പേപ്പർ എഴുതുന്നതുകൊണ്ട് പെട്ടെന്ന് തീർക്കണം എന്നുള്ള വന്നു. അതെ, അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒറ്റ പേപ്പറേ ഉള്ളൂ, BT മാത്രം എക്സംഷൻ, F1 എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ 12 പേപ്പർ എഴുതി. ഷാമിലെടുത്ത ഡിഗ്രിയുടെ സ്ട്രീമിന്റെ പ്രശ്നം കൊണ്ടാണ് അതല്ലേ? ചില ഡിഗ്രീസ് എടുത്ത എക്സംഷൻ ഉണ്ട്, ഇതിനുണ്ടായിരുന്നില്ല. ടൂറിസം ആയിരുന്നു എടുത്തത്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് FM കയറി. പിന്നെ FM പഠിച്ചു. FM ടോണി സാറായിരുന്നു.
ടോണി സാറിൻ്റെ ക്ലാസ്സൊക്കെ എന്താ പറയുക ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഭയങ്കര എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ സാറ് കുറേ വർക്ക് തരും, ആ വർക്കൊക്കെ ചെയ്താൽ മതി സിമ്പിളായിട്ട് പാസ്സാവാം എന്നുള്ളൊരു സ്കീമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ അങ്ങനെ വർക്ക് ചെയ്യും. അതൊക്കെ കഴിഞ്ഞു പിന്നെ PM പഠിപ്പിച്ച് മുഹമ്മദ് സാറിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കിടിലം, ഒന്നും പറയാനില്ല. ഫുള്ള് എന്താ പറയുക, ഒരു ഫുള്ള് സ്റ്റോറിയിലൂടെ അങ്ങനെ കൺസെപ്റ്റൊക്കെ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് പറഞ്ഞു തരും. അതൊക്കെ എന്താ പറയുക സെറ്റായിരുന്നു. ആ സമയത്തൊക്കെ എന്താ പറയുക പഠിക്കുമ്പോൾ ഒരു സ്ട്രെസ്സും വലിയ ഒരു ഇടങ്ങേറ് തോന്നിയിട്ടില്ല. കാരണം കൺസെപ്റ്റൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് മാക്സിമം കവറായിട്ട് മൈൻഡ് കയറും. പിന്നെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയായിരുന്നു. അതൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ മുഹമ്മദ് സാറിൻ്റെ ക്ലാസ് കേട്ടിട്ട് തന്നെയാണ് F2 പോയി എഴുതിയിരുന്നത്. F2 പിന്നെ എനിക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റി. ആ 100 എന്നുള്ള ആ ഒരു സ്കീം ഉണ്ടല്ലോ, അതിൽ 98ലേക്ക് F2 എനിക്ക് എത്താൻ പറ്റി. ഈ ACC എന്ന് പറഞ്ഞ കോഴ്സ് നമ്മുടെ നാട്ടിൽ അത്ര ഇപ്പോഴും പരിചിതമായിട്ടില്ല. ഇപ്പോൾ BCom എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ ഷാമിൽ ACC എടുക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്ത് അതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അത് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ആ കോഴ്സ് നല്ല കോഴ്സാണ് നമ്മൾ പൊതുവെ അന്വേഷിച്ച് പറഞ്ഞു. അത് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു മനക്കരുത്തും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഷുവറാണ്, നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ആദ്യം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്തു. അവിടെ ദേശം ഓക്കെ ആയി പോകാൻ നിന്നപ്പോഴാണ് IIIനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ IIII ആണ് ഒന്നും കൂടി ബെറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നിൻ്റെ താല്പര്യം പോലെ റെഡിയാക്കണം പറഞ്ഞു. ഫണ്ടിൻ്റെ പ്രശ്നം ഉണ്ടപ്പോൾ കുഴപ്പമില്ല, ശ്രമിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ താല്പര്യത്തോടുകൂടി എന്തായാലും തയ്യാറാവും, പഠിക്കും, വിജയിക്കും. ഷാമിലിനെ സംബന്ധിച്ചോളം ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് ഇനി സമയമല്ല, പ്രായമല്ല, ഏകദേശം ഏജിൻ്റെ സമയമായല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ വേറെ അവസരങ്ങളില്ല. ഇത് പഠിച്ച് ജയിച്ചേ മതിയാവും, വേറെ മാറ്റി വെക്കാനുള്ള സമയങ്ങളൊന്നുമില്ല. അപ്പോൾ 1.5 വർഷമാണ്, 1.5 വർഷം, 2 വർഷമാണ്, 2 വർഷം കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതൽ അവനത് മെനക്കെട്ടിരുന്ന് പഠിച്ചു. ആദ്യം കുറച്ചാലും കോളേജിൽ പോയി, ഹോസ്റ്റലിൽ പോയി. പ്രയാസങ്ങളൊക്കെ വേറെ വിഷയങ്ങളൊന്നുമില്ല, ഒരു ഫണ്ടിൻ്റെ വിഷയം തന്നെ ഉള്ളു. അപ്പം പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞ് പഠിക്കുമെന്ന് ചോദിച്ചു. വീട്ടിൽ നിന്ന് തന്നെ ഓൺലൈനായിട്ട് പഠിച്ചോളാം, കുഴപ്പമൊന്നുമില്ല എന്നാണ്. അപ്പം നമ്മൾ വിചാരിച്ച കംപ്ലീറ്റ് ഒരു വീട്ടിലാകുമ്പോൾ ഒരു പ്രയാസങ്ങളുണ്ടാവുമല്ലോ. ഇനീഷ്യലി കുറച്ച് പൈസ നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ വരുമ്പോൾ നമ്മുടെ അടുത്ത് ആരടുത്തും ഇല്ല, വീട്ടിലില്ല, ഫണ്ടില്ല, ഇറക്കാനും ആയാലും ചോദിക്കാനും എനിക്ക് മടിയാണ്. അപ്പോൾ ഞാൻ ഇവനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഡിഗ്രി എടുക്കണം, അല്ല PG എടുക്കണം, അല്ലെങ്കിൽ ACC എടുക്കണം. പക്ഷേ ACC എടുത്ത പൈസേൻ്റെ വിഷയമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. അവൻ ഭയങ്കര സപ്പോർട്ട്, അവനാണ് ആദ്യം ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഫ്രണ്ട് ഇഷാം എന്നാണ് പേര്. എൻ്റെ പേരും +2 പഠിച്ചതാണ്. +2 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോയി. അങ്ങനെ അവന് അവിടെ ഇപ്പം അത്യാവശ്യം നല്ല ജോബും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിലാണ്. അപ്പോൾ അവൻ പറഞ്ഞു നീ പോയിക്കോ, നമുക്ക് ഫണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കി റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പോകാനൊക്കെ ആയ ടൈമിൽ എന്താണ് ഓനക്കും ഭയങ്കര ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്ന്, ചെറിയ സ്ഥലമൊക്കെ എടുത്ത് വീട് പണിയില്ല, അങ്ങനത്തെ ചെറിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവൻ്റെ പുരയിൽ ബുള്ളറ്റ് ഉണ്ട്. അത് ഓൻ എന്താണ് പണിയെടുത്തുണ്ടാക്കിയ പൈസയും കൊണ്ട് വാങ്ങിയതാണ്. പിന്നെ പഠിക്കുന്ന +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തെ പണിക്ക് പോയിട്ട് ആഗ്രഹിച്ചു വാങ്ങിയതാണ്. അപ്പോൾ പറഞ്ഞ് എന്നാൽ പിന്നെ അത് വിറ്റോ, വന്നിട്ട് പൊയ്ക്കോന്ന് പറഞ്ഞേ. പിന്നെ ഒന്നും നോക്കിയില്ല, അത് വിറ്റു. എൻ്റെ വേറൊരു കൂട്ടുകാരൻ തന്നെ വാങ്ങി. അത് വിറ്റിട്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടി. അതാ ഫസ്റ്റ് പോയിട്ട് ഇനീഷ്യലി അടച്ചിട്ട് പഠിക്കുന്നത്. ഇപ്പം ഷാമിൽ ACC എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുറേ ചോദ്യങ്ങൾ കേട്ടിട്ടുണ്ടാവുക പാരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളായിരിക്കുമ്പോൾ ചില കല്യാണ വീടുകളൊക്കെ പോകുമ്പോൾ ഇതെന്താണ് കോഴ്സ്, ഇതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. അപ്പം ഈ കോഴ്സ് പാസ്സാവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കോഴ്സാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ. അപ്പം ഷാമിൽ എങ്ങനെയാണ് ഇത് പാസ്സാവും എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടായിരുന്നു? ഷാമിൽ മുൻകാലങ്ങളിൽ എങ്ങനെ പഠിക്കുന്ന കുട്ടിയായിരുന്നോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ആത്മവിശ്വാസമുണ്ട്. ചെറുപ്പത്തിലെ ഞാനായിരുന്നു അവന് 4ാം ക്ലാസ് വരെ പറഞ്ഞു കൊടുത്തത്. അപ്പം വേഗം തന്നെ മനസ്സിലാവും. പറഞ്ഞു കൊടുത്താലൊക്കെ വേഗം പിന്നെ ഫുൾ മാർക്ക് തന്നെയായിരുന്നു 4-5 ക്ലാസ് വരെയൊക്കെ. പിന്നെ 6-7 ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ലേശം കളിയിൽ പെട്ടിട്ട് പഠിക്കാൻ മടി തുടങ്ങിയിരുന്നു. എന്നാലും ശ്രദ്ധിച്ചാൽ അവന് മാർക്ക് കിട്ടലുണ്ട്, ഫുൾ മാർക്ക് വാങ്ങിയിട്ട് തന്നെ വരിക. അതുകൊണ്ട് തന്നെ അവൻ ചേരുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ലായിരുന്നു. എന്തായാലും പാസ്സാവും എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും അന്ന്
മാർക്ക് വന്നപ്പോൾ നമ്മൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇടുമല്ലോ. അപ്പോൾ എന്തായിരുന്നു റിലേറ്റീവ്സിൻ്റെ ഒക്കെ റെസ്പോൺസ്? അവരെന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചിരുന്നത്? അത് പിന്നെ ഫസ്റ്റ് പിന്നെ CCI 90 മാർക്ക് ഇതിൻ്റെ മുന്നേ വന്നിരുന്നു. അന്നപ്പോൾ അപ്പം എല്ലാവരും ഇത് എല്ലാവരും സ്റ്റാറ്റസൊക്കെ വെച്ചു, ഭയങ്കര സംഭവമായി. അപ്പം തന്നെ എല്ലാവരും വിളിച്ച് എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞോ, ജോലി കിട്ടിയോ എന്ന ആ ചോദ്യമാണ് വന്നിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ നിൽക്കണ്ട, ഇട്ടാൽ എല്ലാവരും നാളെ തന്നെ ചോദ്യം തുടങ്ങും. പിന്നെ ഇത് കിട്ടിയോ, ജോലി കിട്ടിയോ എന്നായിരിക്കും ചോദിക്കുക. എന്നാൽ പൊതുവെ അറിയില്ല ആർക്കും ഇതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ പിന്നെ വാട്സപ്പിൽ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയുമോ, എന്നിട്ട് വേണം നല്ലോണം ഒന്ന് അഭിനന്ദിക്കാമെന്ന് ചിലവരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ACCA ക്വാളിഫൈ ചെയ്യുന്ന ശേഷം ഷാമിലിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ്? എനിക്ക് ടീച്ചിങ്ങിലൊരു കരിയർ സെറ്റാക്കണമെന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ കമ്പനീസിൽ, കോർപ്പറേറ്റിലും ഒരു കരിയർ, രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹം. കാരണം ഏതാണ് എനിക്ക് ഞാൻ പ്രസംഗത്തിലൊക്കെ ആദ്യം തൊട്ട് ചെറുപ്പത്തിലെ ഒരു സമ്മാനങ്ങളൊക്കെ കിട്ടി, അതിലൊരു ചെറിയൊരു കഴിവൊക്കെ ഉണ്ട്. അപ്പം ടീച്ചിങ് ഒന്നും കൂടി എനിക്ക് നല്ലൊരു സെറ്റായിട്ടുള്ള ഒരു കരിയറാക്കി ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ രണ്ടും കൂടി കൊണ്ടുപോകണം. ഏതാണ് പിന്നെ ഭാവിയിൽ നമുക്ക് ഇപ്പോൾ നമ്മളെ സാർമാർ തന്നെ ആയാലും കോർപ്പറേറ്റും അടുത്തിട്ട് പിന്നെ ടീച്ചിങ്ങിലോട്ട് വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി ഇപ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. മെൻറ്റേഴ്സായിട്ട് ഈ നെക്സ്റ്റ് സിറ്റിങ്ങോട്ട് മെൻറ്റേഴ്സൊക്കെ ആയിട്ട് മെൻറ്ററായിട്ട് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. AAA തന്നെ ചാൻസ് കിട്ടുകയാണെങ്കിൽ AAA കയറണം. അതിനുശേഷം പിന്നെ നല്ല ടീച്ചിങ്ങും പിന്നെ പേപ്പേഴ്സ് ക്ലിയർ ചെയ്തിട്ട് ജോലിയിലേക്ക് പെട്ടെന്ന് കയറണം. AAA കുറിച്ച് എന്താണ് ആസ് എ പാരന്റ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അവിടെ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? ഞാൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ, ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കോഴിക്കോട് ഉണ്ടല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ അതിലേക്ക് പോകാനാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ് പിന്നെ AAA ഇങ്ങനെ അവിടെയുള്ള ആളുകൾ വേറെ ടീച്ചേഴ്സൊക്കെ മാറിയിട്ട് AAA തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു, AAA ആകുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഓപ്പണായ സ്ഥാപനമാകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, നല്ല സ്ഥാപനമാണ് പറഞ്ഞു. അപ്പോൾ അതവൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ബെറ്റർ റിസൾട്ടാണല്ലോ പൊതുവേ AAA നിന്ന് കിട്ടുന്നത്. കോച്ചിങ് ക്ലാസ്സുകളായാലും ഒക്കെ നല്ലതാണെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ തിരഞ്ഞെടുത്ത് AAA തന്നെ ബെറ്ററാണ് എന്നെനിക്ക് തോന്നി. AAA നല്ല ക്ലാസ്സും കാര്യങ്ങളും ടീച്ചേഴ്സായാലും കൊടുത്തിട്ടുണ്ടെന്നും അത് പഠനത്തിലൊക്കെ അവൻ തെളിയിച്ചു. അപ്പം നമ്മളവൻ തിരഞ്ഞെടുത്തത് AAA സക്സസ് ആണെന്ന് മനസ്സിലായി. ഷാമിലിൻ്റെ ഒരു സ്റ്റഡി സ്ട്രാറ്റജീസ് ഒക്കെ എങ്ങനെയായിരുന്നു? പഠന രീതി എങ്ങനെയായിരുന്നു എന്ന് പറയോ? ഞാൻ ഇതിനു മുമ്പും റാങ്കിന് വേണ്ടി പഠിച്ചിട്ടൊക്കെ ഉണ്ട്, കിട്ടിയില്ല. FM PM ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മിസ്റ്റേക്ക് എന്തൊക്കെയാണ് വന്നതെന്ന് ആദ്യം നോക്കി. അതിലൊക്കെ മെയിനായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കുറവും എക്സാമിൻ്റെ അപ്രോച്ചും, ഇത് രണ്ടുമായിരുന്നു ഏറ്റവും പ്രശ്നം എനിക്കറിയായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് വരുമ്പോൾ തന്നെ എക്സാം അപ്രോച്ച് എങ്ങനെയെങ്കിലും സെറ്റാക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം PM നൊക്കെ അത്യാവശ്യം നല്ല കണ്ടന്റ് അറിയാൻ കൂടിയിട്ടും സമയം കിട്ടാത്തത് കൊണ്ട് എഴുതാൻ പറ്റാത്ത പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ FR പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അവിടെ എന്തൊക്കെ മിസ്റ്റേക്ക് വന്നു അത് ആദ്യം നോക്കിയേ. അപ്പോൾ FR പ്രിപ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു, അത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് തോന്നുന്നു. പാസ്റ്റ് എക്സാം ലൈബ്രറി അടക്കം സ്റ്റഡി ഹബിൽ നമ്മൾ കയറി അതൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അത്. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെ. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്തും എന്താണ് അതിൻ്റെ കണ്ടന്റ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പോകണം. അതാണ് കീ ടു സക്സസ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം ACCയിൽ. കാരണം കൺസെപ്റ്റാണ് നന്നായിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിലും ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് ആൻസർ വന്നതെന്ന് ഞാൻ നന്നായിട്ട് അർത്ഥം മനസ്സിലാക്കി പഠിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം എന്താണ് ഒക്കെ നോക്കുമായിരുന്നു. പിന്നെ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ ഓൺലൈനായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ആക്സസ് ഒന്നുമില്ല, ഡൗട്ട് ചോദിക്കാനും കാര്യങ്ങളൊന്നുമില്ല. സാറിൻ്റെ ക്ലാസ്സൊക്കെ പക്കയാണ്, ഓക്കെയാണ്, മനസ്സിലാവും. എന്തായാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗട്ട് വരും. അപ്പോൾ നമ്മൾ ഡൗട്ട് വരുന്ന സമയത്ത് ഞാൻ സാറിന് ഇതുവരെ കണ്ടിട്ടില്ല, നമ്മൾ വാട്സപ്പിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. സാറിനോട് ഫസ്റ്റ് വോയിസ് അയച്ചു, സാറേ ഞാൻ എങ്ങനെയാണ്, എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സാറിന് ഓക്കെ നീ ഡൗട്ടൊക്കെ ചോദിച്ചോ, ഞാൻ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് തന്നെ വലിയ ഡിലേ ഒന്നുമില്ല, സാർ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. വലിയ ഡിലേ ഒന്നും ഇല്ലാണ്ട് അത് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. ടൈമിൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്തിരുന്നു. പിന്നെ എക്സാം വരെ സാറായിട്ട് ഞാൻ നല്ലൊരു കോൺടാക്റ്റ് വെച്ചിരുന്നു. ഈ വാട്സപ്പിലായാൽ കൂടിയിട്ടും ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു. അതൊക്കെ തന്നെയാണ്. പിന്നെ എക്സാം അപ്രോച്ചും ഈ FRൽ വരുന്ന സമയത്ത് ഇതിനു മുമ്പ് പഠിപ്പിച്ച ഫാക്കൽറ്റീസ് പറഞ്ഞ അപ്രോച്ചും അവർ പറയുന്ന റിവിഷൻ രീതികളൊക്കെ ഞാൻ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത്തിഹാസ് സാറിനെ മാത്രമല്ല, ഇതിനു മുമ്പ് മുഹമ്മദ് സാർ പഠിപ്പിച്ചിട്ടുണ്ട്, ടോണി സാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ എക്സാം അപ്രോച്ചും ഇവരൊക്കെ എക്സാം എങ്ങനെ അഭിമുഖീകരിക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും കൂടിയാണ് ഇതിൻ്റെ പുറം സക്സസ് തന്നെയാണ്.
പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് ടൈമിൽ എങ്ങനെ ചെയ്യണം, അതൊക്കെ തന്നെയാണ്. ഇപ്പം ഈ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇതിനൊക്കെ അപ്പുറത്ത് വേറൊരു ഫാക്ടറും കൂടെ നമ്മുടെ പെർഫോമൻസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടല്ലോ. അതായത് നമ്മളുടെ ഒരു സ്റ്റഡി എൻവയോൺമെന്റ്, നമുക്ക് ഒപ്പം കിട്ടുന്ന ആൾക്കാർ, അവരുടെ സപ്പോർട്ട്. അപ്പം ട്രിപ്പിൾ ക്യാമ്പസ് അല്ലെങ്കിൽ ഷാമിലിൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, അപ്പം ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എത്രമാത്രം ഇതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്? സ്റ്റഡി എൻവയോൺമെന്റ് തന്നെയാണ് മെയിനായിട്ട് സക്സസ്സിനുള്ള ഏറ്റവും വലിയൊരു ഘടകം. അത് തന്നെയാണ്. കാരണം ഒപ്പരമുള്ള എൻ്റെ റൂമിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് ആയാലും ക്യാമ്പസിലുള്ളവരായാലും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മളെ സക്സസ്സിൽ ഒരിക്കലും എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ് അവർ. എന്നിട്ട് കൂടുതൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നിർബന്ധിക്കും. പിന്നെ ലാസ്റ്റ് ഈ FRൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ എക്സൈറ്റഡ് അവരായിരുന്നു. അവർ എന്നോട് ചോദിച്ചു റാങ്ക് അടിക്കൂല, എന്തായാലും ഇൻഷാല്ലാ കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ എന്താണ് അവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആയാലും ക്യാമ്പസിലുള്ള ബാക്കിയുള്ളവരൊക്കെ ആയാലും എപ്പോഴും നമ്മൾ എന്തൊരാവശ്യം ചെന്ന് പറഞ്ഞാലും അവർ എപ്പോഴും നമുക്ക് വേണ്ടി അവൈലബിൾ ആണ്. എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർ റെഡിയാണ്. വേണ്ട കാര്യങ്ങൾ ആക്സസ് ഒക്കെ തരും. ഞാൻ ഇപ്പോൾ ഓഫ്ലൈൻ നിന്ന് ഓൺലൈനിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സമയത്തൊക്കെ അവർ ടൈംലി അതൊക്കെ ചെയ്തു തന്നിരുന്നു. അതൊക്കെ പിന്നെ ട്രിപ്പിൾ കാലിക്കറ്റ് ക്യാമ്പസ് തന്നെ വേറൊരു വൈബാണ്. അതവിടെ ഞാൻ ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഇപ്പോൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ വൺസ് അഗൈൻ കൺഗ്രാലേഷൻസ്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു പേപ്പറിൽ വീണ്ടും റാങ്ക് അടിച്ചിട്ട് നമുക്കിനി ട്രിപ്പിൾ വെച്ചിട്ട് ഇതുപോലൊരു സംഭവം പ്ലാൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാതെ വെച്ചെങ്കിലും ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അഡ്വാൻസ് അല്ല, ഇന്നാണല്ലോ ബർത്ത്ഡേ അല്ലേ? അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ചിലവ് ഞങ്ങൾക്ക് കിട്ടിയത് കൊണ്ട് ഇനി ചോദിക്കണില്ല. അപ്പോൾ കാണാം. ശരി, ഓക്കെ. താങ്ക് യു.